പ്രിയ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷമുണ്ട് ഈ പിറവത്ത് പങ്കെടുക്കുമ്പോൾ മുൻ നഗരസഭാ ചെയർമാൻ സാബു കെ ജോസഫ് ഈ ജാതിയെ സ്വീകരിക്കാൻ ഇവിടെ എത്തിച്ചേർന്നത്. അദ്ദേഹമായിട്ടൊരു ബന്ധം കൂടിയുണ്ട്. നേരത്തെ എൻ്റെ ഭർത്താവ് ഭാസ്കർ മാസ്റ്റർ മട്ടന്നൂർ നഗരസഭാ ചെയർമാനായിരിക്കുന്ന സമയത്ത് സാബു കെ ജോസഫ് ഇവിടെ നഗരസഭാ ചെയർമാനാണ്. രാഷ്ട്രീയമായി രണ്ട് തട്ടിലാണെങ്കിലും അവർ തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു. കാരണം ചെയർമാൻമാരുടെ മീറ്റിങ്ങിലെല്ലാം അവരെപ്പോഴും ഒന്നിച്ച് കാണും. വലിയ സൗഹൃദത്തിലായിരുന്നു. അതുകൊണ്ട് നേരത്തെ നല്ല പരിചയമുണ്ട്. വളരെയേറെ സന്തോഷമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി ഇനി പ്രവർത്തിക്കാൻ സാബു കെ ജോസഫ് തീരുമാനിച്ചു എന്ന കാര്യത്തിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. അതിൻ്റെ ഗുണഫലം അനുഭവിക്കാത്ത എത്ര പേരുണ്ട് ഈ കേരളത്തിൽ. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കൈപിടിച്ചുയർത്താൻ നിരവധി ക്ഷേമ പദ്ധതികൾ ആരംഭിക്കുകയും കേരളത്തിൻ്റെ വികസനം സുസ്ഥിരമായി നിർത്താൻ ഒട്ടേറെ വൻകിട വികസന പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്ത ഗവൺമെന്റാണ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. ഞാൻ പറഞ്ഞു, ഇത് കേന്ദ്രത്തിൽ UPA ഗവൺമെന്റിനെ ഇടതുപക്ഷം പിന്തുണക്കുമ്പോഴാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവരാൻ സമ്മർദ്ദം ചെലുത്തിയത്. എന്നാൽ ഇന്ന് അത് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. നമുക്ക് ശക്തമായിട്ട് പ്രതിഷേധിക്കണം എന്ന് പറഞ്ഞു. നമ്മുടെ ബഹുമാനനായിട്ടുള്ള ചെയർമാൻ, നമ്മുടെ ജാഥയുടെ ലീഡർ, കേരള കോൺഗ്രസിന്റെ ചെയർമാൻ ജോസ് കെ മാണി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ജാഥയുടെ ചെയർമാൻ നിങ്ങളുടെ എല്ലാ പേരും സ്വാഗതം ആശംസിക്കുകയാണ്. അദ്ദേഹത്തെ നമുക്ക് ആവേശത്തോടെ സ്വീകരിക്കാം. പങ്കെടുക്കുന്ന ആയിരക്കണക്കിനുള്ള സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം കൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊള്ളുകയാണ്. ഈ വേദിയിൽ നിന്ന് സദസ്സിലേക്ക് നോക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ സമ്മേളനം ഗംഭീരമായിരിക്കുന്നു, ഉജ്ജ്വലമായിരിക്കുന്നു. ഇത് തെളിയിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നിയോജക മണ്ഡലത്തിലും ഈ സംസ്ഥാനത്തും തുടർഭരണത്തിലേക്ക് പോകുന്നു. മൂന്നാം ഇടതു സർക്കാർ രംഗത്തേക്ക് വരും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ സാന്നിധ്യം. സ്നേഹിതരെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മധ്യവേള ജാഥ 6-ാം തീയതി പുണ്യഭൂമിയായ പത്തനംതിട്ടയുടെ ആറന്മുളയിൽ നിന്നാണ് ആരംഭിച്ചത്. കേരളത്തിന്റെ പ്രിയങ്കരനായ ഭൂമിയാണ്. എല്ലാ പ്രദേശങ്ങളിലും ആയിരങ്ങളാണ് ഈ ജാഥയെ സ്വീകരിക്കുവാനും ആ സമ്മേളനത്തിലേക്ക് ഒഴുകിയെത്തിയത്. അവിടെയെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ LDFന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വികസന മുന്നേറ്റ യാത്രയ്ക്ക് ഇന്ന് വൈകുന്നേരം പിറവത്ത് നൽകിയ സ്വീകരണത്തിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. ജോസ് കെ മാണി നയിക്കുന്ന മധ്യമേഖല ജാഥ പിറവത്ത് എത്തിച്ചേർന്നപ്പോൾ സ്വീകരണ വേദിയിൽ പിറവത്തെ മുൻ ചെയർമാനും കോൺഗ്രസിന്റെ പ്രമുഖ നേതാവുമായിരുന്ന സാബു കെ ജേക്കബ് നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുമായി സന്നിഹിതനായിരുന്നു. ജോസ് കെ മാണിയെ മാലയിട്ട് സ്വീകരിക്കുകയും കെട്ടിപ്പിടിച്ച ഇരുവരും പ്രവർത്തകർക്ക് നേരെ കൈവീശി അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്തു. കോൺഗ്രസിൽ നിന്നും കഴിഞ്ഞ ദിവസം സാബു കെ ജേക്കബ് പ്രാഥമിക അംഗത്വം രാജിവെച്ചിരുന്നു. ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മാണി കോൺഗ്രസിന്റെ പാളയത്തിലേക്കുള്ള ഗൃഹപ്രവേശമായി വേണം കരുതാൻ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിറവം മണ്ഡലത്തിൽ നിന്നും
മത്സരിക്കാനുള്ള LDF സ്ഥാനാർത്ഥിയായി സാബു കെ ജേക്കബിന്റെ പേര് രാഷ്ട്രീയ മേഖലകളിൽ നാളുകളായി ചർച്ചയായിട്ടുണ്ട്. LDF നടത്തുന്ന വികസന മുന്നേറ്റ യാത്രയ്ക്ക് അഭൂതപൂർവമായ തിരക്കാണ് എല്ലാ കേന്ദ്രങ്ങളിലും അനുഭവപ്പെടുന്നത്. മൂന്നാം തവണയും ഇടതുഭരണം കേരളത്തിൽ തുടരുമെന്നും ജനങ്ങൾക്കിടയിൽ പിണറായി സർക്കാരിന്റെ ഇമേജ് നാളുകൾ ചെല്ലുന്തോറും വർദ്ധിച്ചു വരുന്നതായും ജോസ് കെ മാണി പറഞ്ഞു. ഇത്തവണ പിറവം മണ്ഡലം LDF പിടിച്ചടക്കുമെന്നും പിറവം മണ്ഡലത്തിലെ പല ഭാഗത്തു നിന്നും നിരവധി കോൺഗ്രസ് പ്രവർത്തകർ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണെന്നും ജോസ് കെ മാണി പറഞ്ഞു. സാറിനെ തിരക്ക് കൂട്ടേണ്ടതില്ല. നമുക്ക് ഓരോരുത്തരായിട്ട് വരണം. നമുക്ക് എല്ലാവർക്കും സ്വീകരിക്കാനുള്ള അവസരമുണ്ട്. ആരെയും പ്രത്യേകം പേരെടുത്ത് വിളിക്കുന്നില്ല. പക്ഷെ തിരക്കും കൂട്ടാതെ കൈ